എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു എൻ്റെ പപ്പ സുഖമില്ലാതെ ICUലാണ്, വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എനിക്കും അതിൻ്റെ തീവ്രതയൊന്നും ആരും എന്നോടും പറഞ്ഞില്ല. കാരണം ഞാൻ ദൂരെ ഇരിക്കുന്നതുകൊണ്ട് അവരെന്നെ അധികം അറിയിച്ചില്ല. പക്ഷേ ഇന്നലെ ഞാൻ അറിഞ്ഞു, ഡോക്ടേഴ്സ് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ആ ഒരവസ്ഥയിൽ നിന്ന് പപ്പയെ ചെറിയ ചെറിയ പ്രൊസീജിയറുകളൊക്കെ മാത്രം വേണ്ടി വന്ന് പപ്പ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും നമ്മുടെ കൂട്ടമായ പ്രാർത്ഥനയാണ് ദൈവത്തിന് വലിയ അത്ഭുതം പ്രവർത്തിച്ചത്. അത്ഭുതം തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ഈശ്വരവചനം നമ്മളോട് സംസാരിക്കുന്നത് പുറപ്പാട് 15:26 ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഈശോയുടെ വലിയ സൗഖ്യം നമുക്ക് ആവശ്യമാണ്. പല രീതിയിലുള്ള സൗഖ്യം നമുക്ക് ആവശ്യമാണ്. ആന്തരികമായ സൗഖ്യം, ശാരീരികമായ സൗഖ്യം, പല മേഖലയിലും ഈശോയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സൗഖ്യത്തെ ഒഴുകിക്കൊണ്ടുവരാൻ പറ്റും. അപ്പം ജീവിതത്തിൻ്റെ പല മേഖലയിൽ നമുക്ക് എന്ത് ആവശ്യമുണ്ട്? സൗഖ്യം ആവശ്യമുണ്ട്, വിടുതൽ ആവശ്യമുണ്ട്. പൊട്ടിത്തെറിക്കുന്ന ദേഷ്യത്തിൻ്റെ സ്വഭാവമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മാനസികമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന പല കാര്യങ്ങളായിരിക്കും, ആന്തരികമായ പല കാര്യങ്ങളായിരിക്കും, ശരീരത്തിലുള്ള പല പല വിട്ടുമാറാത്ത രോഗങ്ങൾ, ചിലപ്പോൾ ഒരു മുടികൊഴിച്ചിൽ പോലും ആയിരിക്കും ചില മനുഷ്യരെ എന്ത് ചെയ്യുന്നത്, അത്രമാത്രം ടെൻഷനിലെത്തിക്കുന്നതും ഒരു നരയായിരിക്കും. അപ്പം പക്ഷെ നമുക്ക് ചിലർക്കത് ഒരു വലിയ കാര്യമല്ല, പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് ആ ഒരു കാര്യം പോലും എന്താണ്, അത് അത്രയും വലുതാണ്. അപ്പം നമ്മുടെ ഏത് മേഖല ആയിക്കോട്ടെ, നമ്മൾക്ക് സൗഖ്യം വേണ്ട മേഖല ഈശോ ഇന്ന് ഈ നിമിഷം ഇപ്പോൾ സൗഖ്യം തരാൻ പോകുന്നു. അപ്പോൾ ഈ വചനത്തിലൂടെ എല്ലാവരെയും ഈശോ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാരെ, ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.